പ്രിയമുള്ളവരെ, ഈ കൊച്ചു വീഡിയോയിലൂടെ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണെങ്കിൽ കൂടെ സമൂഹത്തിന് ഒത്തിരി നന്മയുള്ള ഒരു വാർത്തയുമായാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം അംഗനവാടി കെട്ടിടങ്ങൾ കാണാം. അതിന് ആവശ്യമായ സ്ഥലം അനുവദിച്ച് നൽകുകയാണെങ്കിൽ കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് ഗവൺമെൻറ് തലത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ ഗ്രാമത്തിൽ ദീർഘനാളുകളായി അംഗനവാടി കെട്ടിടം പ്രവർത്തിച്ചു പോരുന്നത് വാടക കെട്ടിടത്തിലാണ്. അത് സ്വന്തമായി അംഗനവാടിക്കായി ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതിന് തടസ്സമായി നിന്നിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ആവശ്യമായ 3 സെന്റ് സ്ഥലം അനുവദിച്ചു നൽകാനുള്ള ഞങ്ങളുടെ മുമ്പിലെ പ്രതിസന്ധിയായിരുന്നു. ആ വിഷയത്തിന് എ.പി. ആസാദ് സാഹിബ് അവരുടെ പിതാവ് മർഹൂം പീച്ച് മാസ്റ്റർ സ്മാരകമായി ഞങ്ങളുടെ ആ വലിയ സ്വപ്നത്തിന് ആവശ്യമായ 3 സെന്റ് സ്ഥലം സംഭാവനയായി നൽകുന്ന മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ. പൊതുവെ സാധാരണക്കാരായിരിക്കുന്ന ഈ ഗ്രാമത്തിലെ ആളുകൾ വ്യക്തിപരവും പൊതുവായതുമായ വിഷയങ്ങളിൽ അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്ന സമയം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തറവാടാണ് ആനപ്പടിക്കൽ കുടുംബം. ഈ സന്തോഷ നിമിഷത്തിൽ ഗ്രാമത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അംഗനവാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു തന്ന ആസാദിക്കും പ്രത്യേകിച്ച് ആനപ്പടിക്കൽ ചാരിറ്റബിളിനും പ്രത്യേകം തോട്ടായി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നന്ദി അറിയിക്കും. നമ്മുടെ കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ നിന്നും നമ്മുടെ ആനപ്പടിക്കൽ ആസാദ് സാഹിബ് അവരുടെ ഉപ്പാൻ്റെ സ്മാരകമായിട്ട് നമുക്ക് കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് തോട്ടായി ഒരു 3 സെന്റ് സ്ഥലം നമുക്ക് സൗജന്യമായി വിട്ടു തന്നിട്ടുണ്ട്. അതിന് അംഗനവാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ ഒരു ആഗ്രഹം പോലെ, അതായത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബം കൂടിയാണ് അവർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു 3 സെന്റ് സ്ഥലം അനുവദിച്ചു തന്നത്. അത് കൈപ്പറ്റുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് ആധാരത്തിൻ്റെ കൈമാറ്റ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തോട്ടായിൽ ഇങ്ങനെ ഒരു അംഗനവാടി വേണമെന്നുള്ളത് മുസ്ലിം കമ്മിറ്റി ഒരുപാട് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് സൗജന്യമായിട്ട് ഏതെങ്കിലും ഭൂമി കിട്ടുമെന്ന് നോക്കി. എൻ്റെ ഇടയിൽ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾ ആസാദക്കാരുമായി ബന്ധപ്പെട്ട് ആസാദൊക്കെ ഞങ്ങൾക്കൊരു ഭൂമി തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങളെ വലിയൊരു സ്വപ്നമാണ് അവിടെ ആ ഭാഗത്തൊരു അംഗനവാടി കൊണ്ടുവരാന്നുള്ളത്. അത് ഏതായാലും പ്രാബല്യത്തിലാവാൻ പോവാണ്. ഇനി നമ്മൾ പഞ്ചായത്തുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ ഒരു അംഗനവാടി കൊണ്ടുവരുന്നതിന് ചർച്ചയ്ക്ക് നീങ്ങുന്നതാണ്. പ്രിയമുള്ളവരെ, ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കാരണമായി മാറിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.